ഗബ്രി പോയത് ജാസ്മിനോട് ബൈ പറയാതെ. ഗബ്രി ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും പേര് വിളിച്ച് ബൈ പറഞ്ഞിരുന്നു. എന്നാൽ ജാസ്മിനോട് മാത്രം യാത്ര പറയാതെയാണ് ഗബ്രി പുറത്തുപോയത്. എൻ്റെ ഗെയിം ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉപേക്ഷിക്കുന്നു, എന്നിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത് എന്ന് ഗബ്രി പറഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം ജാസ്മിൻ ഗെയിമായിരുന്നു എന്നാണോ എന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം ജാസ്മിനുമായിട്ട് ഇനിയൊരു ബന്ധം പുറത്തുണ്ടാവില്ല എന്നത് ഒരു സൂചന കൊടുത്തതാണോ എന്നും ആളുകൾക്ക് സംശയമുണ്ട്. ഗബ്രി തൻ്റെ പേര് പോലും യാത്ര ചോദിക്കുന്ന സമയത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ വളരെയധികം സങ്കടത്തിലാണ് ഹൗസിനുള്ളിൽ. അവൻ എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല, എന്നോട് യാത്ര ചോദിച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് കരയുന്നത്. ബിഗ് ബോസിനോട് പോലും ജാസ്മിൻ പറയുന്നുണ്ട്, ഗബ്രി എത്ര നന്നായിട്ട് ഗെയിം കളിച്ചതാണ്, ബിഗ് ബോസിന് അറിയില്ലേ, കളിക്കാത്ത എത്രയോ പേരകത്തുണ്ട്, അവരെ ഒന്നും ഔട്ടാക്കാതെ എന്തിനാണ് ഗബ്രി ഔട്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിട്ട് ജാസ്മിൻ കരയുന്നുണ്ട്. എന്താണെങ്കിലും ജാസ്മിൻ ഔട്ടാകില്ല എന്നൊരു കോൺഫിഡൻസ് ജാസ്മിൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗബ്രി പോയത് ജാസ്മിൻ വളരെയധികം സങ്കടത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും ഗെയിം മാറുന്നത് എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ജാസ്മിൻ ആയിരുന്നു ഔട്ടാകേണ്ടത്, ഗബ്രി ആയിരുന്നില്ല. ജാസ്മിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഗബ്രി ഔട്ടാക്കിയത് എന്നൊക്കെ കുറേ ആളുകൾ പറയുന്നത് കേട്ടു. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വഷവിയോ.